ഹരി ഓം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ലോകം ഇന്ന് പുതിയ ടെക്നോളജിയിലൂടെ വളരെയധികം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ദിവസവും പുതിയ പുതിയ എക്യുപ്മെൻസുകൾ നമ്മുടെ മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നു. പുതിയ സ്റ്റാർട്ടപ്പുകൾ, അതുപോലെ തന്നെ ഇന്നൊവേറ്റീവായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള പുതിയ ഇൻവെൻഷൻസ് അത്ഭുതമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നതോടുകൂടി തന്നെ എല്ലാ മേഖലയിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആ സ്വാധീനം കൂടി വരികയാണ്. ഇങ്ങനെ ഒരു വശത്ത് നാം വളരെയധികം ഫാബുലസ് ഡെവലപ്മെൻറ്റിലൂടെ കടന്നു പോകുമ്പോഴും വേറൊരു വശത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ മനസ്സ് ഇന്ന് പണ്ടത്തേതിനേക്കാളും കൂടുതൽ സ്ട്രെസ്സും ടെൻഷനും ഡിപ്രഷനും ബൈപ്പോളർ ഡിസോർഡർ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് മനസ്സ് കടന്നു പോകുന്നത്. ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള എല്ലാം ഫേസ് ചെയ്യാൻ, ചാലഞ്ചിനെയൊക്കെ ഫേസ് ചെയ്യാൻ കഴിവുള്ള വളരെ ഒരു സ്ട്രോങ് മൈൻഡിനെ ഡെവലപ്പ് ചെയ്യാൻ ഇന്നും നമുക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഡിപ്രഷനും ബൈപ്പോളർ ഡിസോർഡറൊക്കെ വരുന്നവർ, കൂടുതൽ മെഡിക്കേഷനിൽ പോകുന്നവർ വളരെ വിഷമം തോന്നും. അനാവശ്യമായിട്ട് ഒരുപാട് ഡ്രഗാണ് നമ്മൾ ഇത്തരം ആളുകൾക്ക് കൊടുക്കുന്നത്. കുറേ പേരാണെങ്കിൽ മെൻ്റൽ സ്ട്രെസ്സ് കാരണം, ചില ഡിസോർഡർ കാരണം അവർ ഡ്രഗിലേക്കും ഡ്രിങ്ക്സിലേക്കൊക്കെ പോകുന്നത് നമ്മൾ കാണുന്നു. ഇതിനെന്താണ് ഒരു ശാശ്വത പരിഹാരം? ഒരു വശത്ത് ലോകം ഡെവലപ്പ് ചെയ്യുമ്പോൾ മറുവശത്ത് ഒരു ഡെവലപ്ഡ് മൈൻഡ് നമുക്ക് വേണ്ടേ? മൈൻഡിനെ ഡെവലപ്പ് ചെയ്യാൻ എന്താണ് വഴി? ഇന്ന് നമ്മുടെ മുന്നിൽ വല്ല മാർഗങ്ങളുണ്ടോ? അവിടെയാണ് ഭഗവത്ഗീതയുടെ പ്രാധാന്യവും സ്വാധീനവും. ഭഗവത്ഗീത ശരിക്കും പറഞ്ഞാൽ ഒരു മെൻ്റൽ ടോണിക്കാണ്. ഇത്രമാത്രം മനുഷ്യൻ്റെ സൈക്കോളജി മനസ്സിലാക്കിയ ഒരു ഗ്രന്ഥം വേറെയില്ല. മനുഷ്യൻ്റെ മനസ്സിലുള്ള എല്ലാ ആങ്സൈറ്റി, സ്ട്രെസ്സ്, ടെൻഷൻ, ഡിപ്രഷൻ, ഫ്രസ്ട്രേഷൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഗീത വളരെ വ്യക്തമായ പരിഹാരം നമുക്ക് കാണിച്ചു തരികയാണ്. നമുക്ക് ഗീത പഠിക്കാം. ഞാൻ നിങ്ങളെല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാണ്. 2026 മെയ് 18 മുതൽ മെയ് 23 വരെ ഭാഗവത ഗ്രാമത്തിൽ വെച്ച് നടക്കുന്ന ഭഗവത്ഗീത സ്റ്റഡി ക്യാമ്പിലേക്ക് നമുക്ക് ഗീത പഠിക്കാം, ഗീത പഠിപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഗീത പഠിച്ച് നമുക്ക് തന്നെ നമ്മളെ കൗൺസിൽ ചെയ്യാം. അതുപോലെ ഗീത മറ്റുള്ളവർക്കും പകർന്നു കൊടുത്ത് അവരെയും നമുക്ക് കൗൺസിൽ ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ലക്ഷ്യം നമ്മുടെ ജീവിതവും ഒരു സ്ട്രെസ് ഫ്രീ ആയിരിക്കണം. അതുപോലെ ഏത് ചാലഞ്ചിനെയും നമുക്കൊരു വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള, കൃഷ്ണൻ പറയുന്ന പോലെ ഒരു സമചിത്തതയോടെ നേരിടാൻ പറ്റണം. അതുപോലെ നമ്മളെ കൊണ്ട് സമൂഹത്തിന് വളരെയധികം ഉപകാരവും ഉണ്ടാകണം. അപ്പം അങ്ങനെ ഒരു കരുത്തും കരുതലുമുള്ള ഒരു മനസ്സിനെ രൂപപ്പെടുത്താൻ നമുക്ക് ഭഗവത്ഗീത കൊണ്ട് സാധിക്കുമെങ്കിൽ നാം ഗീത പഠിക്കണം. നമുക്കെല്ലാവർക്കും ഭഗവത്ഗീത പഠിക്കാം. ഭഗവത്ഗീതയെ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു മതഗ്രന്ഥം. ഇത് ആക്ച്വലി ഇറ്റ്സ് എ സൈക്കോളജിക്കൽ സ്പിരിച്വൽ ടെക്സ്റ്റ് ആണ്. എല്ലാ മനുഷ്യ മനസ്സിനും വേണ്ടുന്ന ഒരു അത്യുത്തമ സ്പിരിച്വൽ ടോണിക്കാണ്, ഒരു സെൽഫ് കോൺഫിഡൻസ് ടോണിക്കാണ് ഭഗവത്ഗീതയിലുള്ളത്. അപ്പം അതുകൊണ്ട് ഗീത പഠിച്ചാൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. ഗീത പഠിച്ചാൽ നിങ്ങൾക്ക് കുറേ പ്രശ്നങ്ങളെ മാനേജ് ചെയ്യാനുള്ള കഴിവുകളും അറിവുകളും കൂടും. നമ്മുടെ ജീവിതം കുറേ കൂടി സ്ട്രെസ് ഫ്രീ ആക്കി, റിലാക്സ്ഡ് ആക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റും. അങ്ങനെ ഒരു ഗ്രേസ്ഫുൾ ലൈഫ് നമുക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഗീത പഠിക്കണം. അതുകൊണ്ട് എല്ലാവരും 2026 മെയ് 18 മുതൽ 23 വരെ ഭാഗവത ഗ്രാമത്തിൽ നടക്കുന്ന ഭഗവത്ഗീത പഠന ക്ലാസ്സിൽ പങ്കുചേരണം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 8281882111. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 828188282111. മറ്റൊരു നമ്പർ 9490339999. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9447033999. മറ്റൊരു നമ്പർ 8281885111. എല്ലാവർക്കും ഭാഗവത ഗ്രാമത്തിൽ നടക്കുന്ന ഭഗവത്ഗീത സ്റ്റഡി ക്യാമ്പിലേക്ക് സ്വാഗതം. 2026 മെയ് 18 മുതൽ മെയ് 23 വരെയാണ് ക്യാമ്പ്. ഹരി ഓം. പ്രണാമം.